അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുള്ള ഒരു വിശദീകരണം കൂടി വന്നു എന്നാണ് തൗഫീഖ് പറയുന്നത്. അതായത് സർവീസുകൾ സാധാരണ നിലയിലാവാൻ ഏകദേശം 2 മാസം എടുക്കുമെന്ന് കൂടെ ഇൻഡിഗോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തടസ്സങ്ങളൊക്കെ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ്. തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ മാസം 8 മുതൽ സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇൻഡിഗോ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹൈദരാബാദിലുള്ള പ്രശ്നം അത് ഹൈദരാബാദിൽ മാത്രമല്ല ഉള്ളത്, കൊച്ചിയിൽ നിന്നും ഇത്തരം സമാനമായ വാർത്തകൾ തന്നെയാണ് വരുന്നത്. അവിടെ നിന്നും ഇന്നലെ രാത്രി പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്ന് രാവിലത്തേക്കാണ് മാറ്റിയത്. രാത്രി 9:40 റാസൽ ഖൈമയിലേക്ക് പോകേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനമാണ് സമയം മാറ്റിയത്. ആദ്യം സമയം മാറ്റി രാവിലെ 4:15 പിന്നീട് 7:15 എന്നും അറിയിച്ചു. ഇപ്പോൾ വിമാനം പുറപ്പെടുന്ന സമയം രാവിലെ 10 മണി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 12 മണിക്കൂറിലധികം വിമാനം വൈകിയതോടെ യാത്രക്കാർ ആശങ്കയിലാണ്. വിമാനങ്ങൾ വൈകുന്നതിൽ ഇൻഡിഗോ ഖേദം പ്രകടിപ്പിച്ചു. ലിഡിയ ജേക്കബ് കൂടി വിവരങ്ങൾ നൽകുന്നുണ്ട്. ലിഡിയ, വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇൻഡിഗോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വിമാനത്തിന്റെ കാര്യത്തിൽ, റാസൽ ഖൈമയിലേക്കുള്ള വിമാനത്തിന്റെ കാര്യത്തിൽ 10 മണി എന്നാണ് ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടോ? ഇന്നലെ 9:40 പുറപ്പെടേണ്ട വിമാനമാണ്, ഇൻഡിഗോ വിമാനമാണ്. ഇതുവരെയായിട്ടും പുറപ്പെട്ടിട്ടില്ല. 10 മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി യാത്രക്കാർ വലിയ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കുട്ടികളും ഒപ്പം സ്ത്രീകളും ഒപ്പം പ്രായമായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഇൻഡിഗോ വിമാനം വൈകുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് യാത്രക്കാർ വലിയ ആശങ്കയിലൊക്കെ ആയിരുന്നു. പിന്നീട് പുലർച്ചെ 4:15 ഇത്തരത്തിൽ വിമാനം പുറപ്പെടുമെന്ന് അറിയിച്ചു. പിന്നീട് അത് 10 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. യാത്രക്കാർ വലിയ ആശങ്കയിലാണ്. അത് 10 മണിക്ക് തന്നെ പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും ഒഴിയാതെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ ഇൻഡിഗോ മറ്റ് ഹോട്ടൽ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ രാത്രി ഒരുക്കി കൊടുത്തിട്ടുണ്ട്, ബദൽ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ തരത്തിൽ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇൻഡിഗോ പുറപ്പെടുമോ എന്നുള്ള തരത്തിലുള്ള വിമാനം പുറപ്പെടുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളാണുള്ളത്. മാത്രമല്ല, മറ്റ് വിമാനങ്ങൾ കൂടി വൈകുമോ അല്ലെങ്കിൽ റദ്ദാക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ കൂടി യാത്രക്കാർക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ റാസൽ ഖൈമയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരേണ്ട, നെടുമ്പാശ്ശേരിയിലേക്ക് വരേണ്ട ഒരു വിമാനം അത് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ 5:40 എത്തേണ്ട വിമാനം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എന്ന് അറിയാൻ സാധിക്കുന്നു. അത്തരത്തിൽ വിമാനങ്ങൾ വൈകുന്നുണ്ട്, ഒപ്പം ചില വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ട്. വലിയ ആശങ്കയിൽ തന്നെയാണ് നിലവിൽ യാത്രക്കാരുള്ളത്.